ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനെറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 14ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ബാറ്റിൽ ത്രൂ ദ ഹെവൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കണ്ടിരുന്നു. ആദ്യത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇത് ആദ്യത്തെ സീസണിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആദ്യത്തേതിൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറയുകയില്ല. ക്യാരക്ടേഴ്സ് മാറിയത് മാത്രമല്ല, ആ ഒരു ഫസ്റ്റ് സീസണിൻ്റെ ഒരു ഫീല് പോലും കിട്ടുന്നില്ല. ഇതിലും ഭേദം ഇത് മറ്റൊരു സീരീസ് ആയിട്ട് റിലീസാക്കുന്നതായിരുന്നു നല്ലത്. ഇതിൻ്റെ ആനിമേഷൻ കണ്ടവർ പറയുന്നത് ശരിക്കും രണ്ടാമത്തെ സീസൺ ആനിമേഷനിലേതുപോലെ തന്നെയാണെന്നാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സീരീസ് ചെയ്തു തുടങ്ങുമ്പോൾ പറയാം. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് താങ്ങഡ്യൂസർ രാജാവിനോട് ലോകം മുഴുവനും അവർക്കെതിരെയാണെന്നൊക്കെ പറയുന്നതാണ് കണ്ടത്. എന്നാൽ രാജാവ് അതൊന്നും ഗവനിക്കുന്നുണ്ടായിരുന്നില്ല. നിയാന്റെ മാസ്റ്റർ പോലും അവർക്കെതിരാണെന്ന് പറഞ്ഞിരുന്നു. ഡോട്ടർ ഓഫ് ഹെഡിനെ ഇല്ലാതാക്കുമെന്ന് ശബ്ദം ചെയ്തവരാണ് അവരെല്ലാവരും, പിന്നെ ഷീലിങ്ങും ഒക്കെ. സാങ്സാങ്ങും നിങ്കയും താങ് സാമ്രാജ്യത്തിന്റെ ബോർഡറിനെ ലക്ഷ്യം വെച്ചാണ് വരുന്നതെന്നാണ് മുന്നറിയിപ്പ് കിട്ടിയത്. അവർ ഉടനെ തന്നെ അവിടെ എത്തിച്ചേരും. ഷീലിംഗ് പറയുന്നത് നമ്മൾ അവർക്ക് പിടിച്ചു കൊടുക്കണമെന്നാണ്. അവരെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ ലോകം മുഴുവനും നമുക്കെതിരായിരിക്കും. എന്നാൽ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ രാജാവ് പറയുകയാണ്, നിങ്കി ഇങ്ങോട്ട് വരികയാണെന്നോ? നല്ല കാര്യം. താങ് സാമ്രാജ്യത്തിലെ പൗരന്മാരെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോഴേക്കും ലിയുരജ്ഞ എവിടെ എത്തി പറയുകയാണ്, നിങ്കയും സാങ്സാങ്ങും ഇങ്ങോട്ട് വരികയാണെന്നുള്ള സന്ദേശം എനിക്ക് കിട്ടി. അവർ ജീവനോടെ ഉണ്ടെന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ രാജാവ് പറയുകയാണ്, ഞങ്ങളും അത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. താങ് സാമ്രാജ്യത്തിലെ പൗരന്മാരെ എന്ത് വില കൊടുത്തും ഞാൻ സംരക്ഷിക്കും. എന്നാൽ താങ്ങഡ്യൂസറിന് അതൊന്നും ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ മനസ്സിലാക്കി ലിയുരജ്ഞ പറയുകയാണ്, നിങ്കയും സാങ്സാങ്ങും ഇങ്ങോട്ട് വരികയാണ്. അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. താങ്ങഡ്യൂസർ താങ് സ്റ്റേറ്റിനെ കുറിച്ച് നല്ലവണ്ണം ആകുലപ്പെടുന്നുണ്ടെന്നറിയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, സാങ്സാങ്ങും നിങ്കയും ഇവിടുത്തെ പൗരന്മാരാണ്. അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ താങ്ങഡ്യൂസർ പറയുകയാണ്, അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സാങ്സാങ് ഡോട്ടർ ഓഫ് ഡിസീസ് ആണ്. അവൾ കാരണം ഇറ്റേണനേറ്റ് വരും, ലോകം മുഴുവൻ്റെയും നാശത്തിന് കാരണമാകും. അതുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങൾ ശരിയായിട്ടുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ അത് ലോകം മുഴുവൻ്റെ തന്നെ നാശത്തിന് കാരണമാകും. താങ് സാമ്രാജ്യം ഇല്ലാതാകും. എന്നിട്ടും ലിയുരജ്ഞ രാജാവിനോട് പറയുകയാണ്, നിങ്കയും സാങ്സാങ്ങും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ഇവിടുത്തെ പൗരന്മാരാണ്. അവരെ നമ്മൾ സംരക്ഷിക്കണം. ഈ റൂമേഴ്സൊക്കെ സത്യമാണോ എന്ന് പോലും ആർക്കും അറിയില്ല. രാജാവും അതിനോട് യോജിക്കുന്നു. താങ്ങഡ്യൂസറിന് അതൊക്കെ കേട്ട് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. രാജാവാകട്ടെ എന്തോ സന്ദേശം വെയ്സിറ്റിയിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടി ട്രാൻസ്മിഷൻ ഫോർമേഷൻ ഉപയോഗിക്കാനും പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ താങ്ങഡ്യൂസറിന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. വളരെ എമർജൻസി ആണെങ്കിൽ മാത്രമേ ആ ഒരു ഫോർമേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. രാജാവ് അപ്പോൾ പറയുന്നത് ഇത് നിങ്കയുടെ കാര്യമാണ്, ഇത് വളരെ എമർജൻസി ആണെന്നൊക്കെയാണ്. താങ്ങഡ്യൂസർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അറിയില്ല. ഈ ഒരു സീസണിൽ ശരിക്കും അയാളോട് ദേഷ്യമാണ് എനിക്ക് തോന്നിയത്. എന്നാൽ രാജാവ് ഉത്തരവിട്ടത് കൊണ്ട് തന്നെ വേറെ നിവർത്തിയില്ലാതെ അതെല്ലാം അയാൾക്ക് അനുസരിക്കേണ്ടി വന്നു. ലിയുരജ്ഞ രാജാവിനോട് എന്താണ് ആ സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ രാജാവ് അത് പറയുന്നില്ല. പിന്നെ നിങ്കയും സാങ്സാങ്ങിനെയും വെയ്സിറ്റിയിൽ ഒളിപ്പിച്ച് കടത്തുന്ന മായിനെയും മറ്റുള്ള പട്ടാളക്കാരെയും കാണിക്കുന്നു. ചാക്കിന്റെ ഉള്ളിൽ കിടത്തിക്കൊണ്ട് വന്നാണ് അവരെ പ്രത്യേക മുറിയിലാക്കുന്നത്. കാരണം എല്ലാവരും അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറമെ നിന്ന് കാണുന്നവർ അതെന്തെങ്കിലും ചരക്കാണെന്നേ കരുതുകയുള്ളൂ. അതിനുശേഷം അവരെ മുറിയിലാക്കി അവിടെ കുറച്ചു പേരെ പ്രത്യേകം കാവലും നിർത്തുന്നുണ്ട്. ആരെയും അകത്ത് കയറാൻ അനുവദിക്കരുത്, അതുപോലെ തന്നെ ഷീലിങ്ങിലുള്ളവരെ സൂക്ഷിക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശവും അവർക്ക് കൊടുക്കുന്നു. നിങ്കയും സാങ്സാങ്ങും അകത്തേക്ക് കയറി കഴിയുമ്പോൾ ആകട്ടെ മറ്റുള്ളവരുടെ ഒരു സന്തോഷം കാണണം. സന്തോഷത്തോടെ അവരെല്ലാവരും വലിയ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ അവരെ കാണുന്നത്. അതുപോലെ തന്നെ ജനറൽ മായും അങ്ങോട്ട് വന്ന് ആഘോഷിക്കാൻ പറയുമ്പോൾ നിങ്കയും സാങ്സാങ്ങും ആ ആഘോഷത്തിൽ പങ്കുചേരുന്നു. പിന്നെ അവരുടെ എല്ലാവരുടെയും ആഘോഷമാണ് കാണിക്കുന്നത്. നിങ്കെ ജനറൽ മായുടെ കൂടെയാണ് കുടിച്ച് ആഘോഷിക്കുന്നത്. ജനറൽ മാ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ജനറൽ മായെ നിങ്കെ നിർബന്ധിച്ചു കഴിയുമ്പോൾ നിങ്കയ്ക്ക് വേണ്ടി അദ്ദേഹം പാട്ടുപാടുകയും ആർപ്പ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് കേട്ട് മറ്റുള്ളവരും ആർപ്പ് വിളിക്കുന്നു. അങ്ങനെ പാട്ടും കൂത്തുമായി എല്ലാവരും ആഘോഷിക്കുന്നു. കുടിച്ച് അവശരാകുന്നത് വരെയും അവർ കുടിക്കുന്നു. നിങ്കെ പണ്ട് അവരുടെ കൂടെ കളിക്കാറുള്ള കളികളൊക്കെ ഇതേസമയം കളിക്കുന്നു. സാങ്സാങ് ആകട്ടെ മായയുടെ കൂടെ കുടിച്ച് മത്സരിക്കാൻ നോക്കുന്നു. ഇതേസമയം നിങ്കെ അങ്ങോട്ട് വന്നിട്ട് മായനോട് പറയുകയാണ്, നിങ്ങൾ കാരണമാണ് ഞാൻ ഈ പ്രശ്നത്തിലൊക്കെ അകപ്പെട്ടത്. അപ്പോൾ ജനറൽ മാ പറയുകയാണ്, നീ എപ്പോഴും കൾട്ടിവേഷനിൽ മികച്ചതാകണമെന്നല്ലേ പറയാറുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് നിന്നെ താങ് സാമ്രാജ്യത്തിലേക്ക് വിട്ടത്. പക്ഷേ നീ അതിലെല്ലാം വിജയിച്ചില്ലേ, ഉന്നത പദവികളിലെല്ലാം നീ എത്തിച്ചേർന്നില്ലേ. കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നീ അങ്ങനെ എളുപ്പത്തിലൊന്നും മരിക്കില്ല. നിങ്കെ പറയുകയാണ്, ഞാൻ മരിച്ചിരുന്നെങ്കിലോ? അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് മാ പറയുന്നു. അതിനുശേഷം വീണ്ടും പാട്ടും ബഹളവുമായി അവർ ആഘോഷിക്കുന്നു.
പിന്നെ കുറെ കഴിഞ്ഞ് കുടിച്ച് ബോധം കെട്ട് കിടക്കുന്ന നിങ്കയുടെയും ജനറൽ മായുടെയും അടുത്തേക്ക് സാങ് വരുന്നതാണ്. നീ ഒരുപാട് കുടിച്ചു, നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സാങ് നിങ്കയെ വിളിച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. ഒരു വിധത്തിലാണ് സാങ് നിങ്കയെ താങ്ങി പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. പോകുന്ന സമയത്തൊക്കെ ജനറൽ മായിനെ അവൻ വിളിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ അതൊന്നും കേട്ടില്ല. അത്രയൊക്കെ കുടിച്ചിട്ടും സാങ് നല്ല ബോധത്തിൽ തന്നെയാണ്. തിരിച്ച് അവരുടെ മുറിയിൽ എത്തിക്കഴിയുമ്പോൾ ആ ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് സാങ് പറയുകയാണ്, നമുക്ക് വേണ്ടി ജനറൽ മാ ഈ മുറിയൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തിരിക്കുന്നു. ഈ മുറി മാറിയിട്ടില്ല, നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന അതേപോലെ തന്നെ, ഒരു മാറ്റവുമില്ല. അവന് നമ്മൾ ഇവിടം വിട്ടു പോകാൻ ഒട്ടും താല്പര്യമില്ല. നിങ്ക പറയുകയാണ്, നമുക്കും അങ്ങനെ തന്നെ, നമ്മൾ ഇവിടം വിട്ട് പോയതാണെന്ന് തോന്നുന്നേയില്ല. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ ഇരുന്നു കൊണ്ട് പഴയ ഓർമ്മകളൊക്കെ അയവിറക്കുന്നു. വളരെ സന്തോഷം പകരുന്ന ആ ഓർമ്മകളൊക്കെ ഓർത്ത് കഴിയുമ്പോൾ നിങ്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. പ്രധാനമായും ജനറൽ മായുമൊത്തുള്ള കളിചിരികളാണ് ഓർക്കുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഓർമ്മകളും സാങ്ങിന്റെ മനസ്സിലൂടെയും കടന്നു പോകുന്നത് അതേ ഓർമ്മകൾ തന്നെ. സാങ്ങിന്റെ മനസ്സിലൂടെ പ്രധാനമായും നിങ്കയുമൊത്തുള്ള ഓർമ്മകളാണ് കടന്നു പോകുന്നത്. അവർ രണ്ടുപേരും ആ സ്ഥലം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് അവരുടെ എക്സ്പ്രഷൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവർ അവിടം വിട്ട് പോയത് വരെയുള്ള ഓർമ്മകൾ ഓർത്തെടുത്ത് കഴിയുമ്പോൾ സാങ് കരഞ്ഞു പോകുന്നു. അത് കണ്ട് നിങ്ക അവളുടെ കണ്ണ് തുടക്കുന്നു. ശേഷം അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ രണ്ടുപേരും ഉറങ്ങുന്നതായി കാണിക്കുന്നു. അല്പം കൂടി കഴിയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന നിങ്ക ആലോചിക്കുകയാണ്, എനിക്കും സാങ്ങിനും ജനറൽ മായുടെ കൂടെ നല്ലൊരു ലൈഫാണ് ഉള്ളത്. ജനറൽ മായുടെ കൂടെ ആയിരിക്കുമ്പോൾ ഒന്നിനെ കുറിച്ച് ഓർത്തും ആകുലപ്പെടണ്ട. പക്ഷേ ഇവിടെ എത്ര നാൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒളിച്ചു നിൽക്കാനാകും? ഞങ്ങൾ കാരണം ജനറൽ മായും മറ്റുള്ളവരും പ്രശ്നത്തിലാവരുത്. ഉടനെ തന്നെ സാങ്ങിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് നിങ്ക പറയുകയാണ്, നമ്മൾക്ക് ഇവിടം വിട്ട് പോകണം. അവൾ പോലും കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല, അതിനെ സമ്മതിച്ചു. കാരണം അവൾക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതിനുശേഷം ഒരുങ്ങി അവർ പോകാൻ ഒരുങ്ങുന്നു. പോകുന്നതിന് മുമ്പ് ജനറൽ മായിനെ അവർ ഒന്ന് നോക്കുന്നുണ്ട്. ഒരുപാട് മദ്യപിച്ച അയാൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. എന്നാൽ അയാളെ വിളിക്കുന്നത് ശരിയല്ല എന്ന് നിങ്കയ്ക്ക് തോന്നുന്നു. കാരണം അയാളെ വിളിച്ച് പറയാൻ നിന്നാൽ അയാൾ ഒരിക്കലും പോകാൻ അനുവദിക്കില്ല. വിഷമമുണ്ടെങ്കിലും അതിന് തയ്യാറാകാതെ നിങ്ക പോകാൻ ഒരുങ്ങുന്നു. അപ്പോഴാണ് അവൻ്റെ പേര് എഴുതി വെച്ച ഒരു ടാഗ് അവിടെ കാണുന്നത്. അതും കൂടി അവൻ പോകുന്നതിന് മുന്നോടിയായിട്ട് എടുക്കുന്നുണ്ട്. സാങ് ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന കട്ടിളപ്പടിയിൽ മുമ്പ് ഉയരം നോക്കുന്നതിന് വേണ്ടി കുറെ മാർക്കുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിയുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമമാകുന്നു. പഴയ ഓർമ്മകളൊക്കെ വന്നു കഴിയുമ്പോൾ അവൾ കരയാൻ പോകുന്നു. ആദ്യം വേസിറ്റി വിട്ടു പോകുന്ന സമയത്തും അവൾക്ക് ഇതേ അവസ്ഥ തന്നെയായിരുന്നു. എങ്കിലും അവസാനം വേറെ നിവൃത്തിയില്ലാതെ അവർക്ക് പോകേണ്ടി വന്നു. ഉറക്കമുണർന്നു കഴിയുമ്പോൾ മാ നിങ്കയുടെയും സാങ്ങിന്റെയും മുറിയിലേക്ക് വരുന്നു. അവർ അവിടെ ഇല്ലാത്തതായി കാണുമ്പോൾ മായ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അവൻ അവനോട് തന്നെ പറയുകയാണ്, അവർ ഇവിടം വിട്ടു പോകാൻ തന്നെ തീരുമാനിച്ചുവല്ലേ, അവരുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. വിഷമത്തോടെ അയാൾ കരയാൻ പോലും പോകുന്നുണ്ട്. അയാൾക്ക് അത്രയ്ക്കും വിഷമമുണ്ടായിരുന്നു. അത്രമാത്രം അവരെ ജനറൽ മാ സ്നേഹിക്കുന്നുണ്ട്. അപ്പോഴേക്കും മറ്റൊരു പട്ടാളക്കാരൻ ഓടി അങ്ങോട്ട് വന്ന് ജനറൽ മായിനോട് പറയുകയാണ്, ഷീലിങ്ങിലുള്ളവർ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ജനറൽ മാ അപ്പോൾ പറയുകയാണ്, അവർക്ക് മദ്യം കൊടുത്ത് അവരുടെ കൂടെ മദ്യപിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പട്ടാളക്കാരൻ പറയുകയാണ്, മദ്യപിച്ചുവെങ്കിലും അവർക്ക് പെട്ടെന്ന് ബോധം വന്നു. വീണ്ടും കുറെ വൈൻ കൊടുക്കാൻ ജനറൽ മാ അപ്പോൾ പറയുന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് ആ വ്യക്തി അപ്പോൾ പറയുന്നു. ദേഷ്യത്തോടെ ജനറൽ മായ അപ്പോൾ പറയുകയാണ്, വേറെ നിവർത്തിയില്ലെങ്കിൽ അവരെ ഞാൻ കൊല്ലും. അതിനുശേഷം ദേഷ്യത്തോടെ എന്തോ കടുത്ത തീരുമാനം എടുക്കാൻ പോകുമ്പോഴേക്കും അവൻ ആലോചിക്കുകയാണ്, വേണ്ട, നിനക്ക് അധികം ദൂരം പോയിട്ടുണ്ടാകില്ല, ഞാൻ അവരെ പോയി കണ്ട് സംസാരിക്കാം. പോകുന്ന വഴിക്ക് സാങ് പറയുകയാണ്, ഒരു വാക്ക് പോലും പറയാതെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ജനറൽ മാ അതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ നല്ല വിഷമത്തിലായിരിക്കും. നിനക്ക് പറയുകയാണ്, അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ അവിടെ ഒളിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നമ്മൾ അവിടെ അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ഭാരമായിരിക്കും. വേസിറ്റിയുടെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി നമ്മളിത് ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനവൻ്റെ കുതിരയെ വിളിക്കുന്നു. ശേഷം വീണ്ടും അവർ അവരുടെ കുതിരവണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ്. വിഷമമുണ്ടെങ്കിലും വേസിറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർത്തു കഴിയുമ്പോൾ ചെറിയൊരു സന്തോഷം അവരുടെ മുഖത്തുണ്ട്. ജനറൽ മായാകട്ടെ ഷീലിങ്ങിൽ നിന്നുള്ളവരെ കാണാൻ വരുന്നു. അവരെ കാണുമ്പോൾ തന്നെ തൻ്റെ കീഴിലുള്ള പട്ടാളക്കാരോട് ജനറൽ മാ പറയുകയാണ്, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും ലിക്കറും ഒന്നും നിങ്ങൾ കൊടുത്തില്ലേ, ക്ഷമിക്കണമെന്ന് അവരോടൊക്കെ പറഞ്ഞ് വീണ്ടും വൈൻ കൊണ്ടുവരാൻ പറയുന്നു. എന്നാൽ അവർ പറയുകയാണ്, നിങ്ങൾ ചതിയനാണ്, ഡോട്ടർ ഓഫ് ഫെയ്ഡിനെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ. അത് കേട്ട് ജനറൽ മാ പറയുകയാണ്, നിങ്ങൾ എന്ത് നോൺസെൻസ് ആണ് ഈ പറയുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങൾക്ക് അതിനെന്തെങ്കിലും തെളിവുണ്ടോ, നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ്. അപ്പോൾ അവർ പറയുകയാണ്, അതൊക്കെ പോട്ടെ, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മുതൽ കാണുകയാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഡോട്ടർ ഓഫ് ഹെയ്ഡിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മാ പറയുകയാണ്, അതിന് ഞങ്ങൾ ഡോട്ടർ ഓഫ് ഹെയ്ഡിനെ ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല.
ഇത് താങ് സാമ്രാജ്യത്തിന്റെ ബോർഡറാണ്. ഡിഫൻഡിന് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണിത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരവകാശവുമില്ല. ഷീലിങ്ങിനെതിരെ മാ സംസാരിച്ചു കഴിയുമ്പോൾ അവർ പറയുകയാണ്, നിങ്ങളുടെ ഈ വാക്കുമൂലം താങ് സാമ്രാജ്യത്തിന് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതിന്റെ പ്രത്യാഘാതങ്ങൾ നിനക്ക് താങ്ങാനാകുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ജനറൽ മാ അഭിനയമൊക്കെ നിർത്തിയിട്ട് പറയുകയാണ്, നിങ്കയും സാങ്സാങ്ങും താങ് സാമ്രാജ്യത്തിലെ പൗരന്മാരാണ്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ വന്നു പോകാം. അവരപ്പോൾ പറയുകയാണ്, താങ് സാമ്രാജ്യത്തിലെ രാജാവ് മാത്രമല്ല അവിടുത്തെ പട്ടാളവും കണക്കാണല്ലേ. തീർച്ചയായും ഇതുമൂലം താങ് സാമ്രാജ്യം വലിയ പ്രശ്നത്തിലാവും. അപ്പോഴേക്കും ട്രാൻസ്മിഷൻ ഫോർമേഷൻ ഉപയോഗിച്ച് രാജാവ് വിട്ട സന്ദേശം അവിടെ എത്തുന്നു. ട്രാൻസ്മിഷൻ ഫോർമേഷൻ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. താങ് അഡ്വൈസർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വളരെ റെയർ ആയിട്ടാണ് ട്രാൻസ്മിഷൻ ഫോർമേഷൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. വളരെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. ജനറൽ മായും അതുകൊണ്ട് തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാൽ രാജാവ് അതിൽ എഴുതിയിരുന്നത് വേറൊന്നുമായിരുന്നില്ല, അവൻ പൊയ്ക്കൊള്ളട്ടെ. അതായത് നിങ്കയും സാങ്സാങ്ങിനെയും വെറുതെ വിടണം, അതാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ മായ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് ആ സന്ദേശം അവൻ ഷീലിങ്ങിലുള്ളവരെയും കാണിക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ഷീലിങ്ങിലുള്ളവർ ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് രാജാവിൻ്റെ എഴുത്ത് തന്നെയാണോ എന്ന് അവർ സംശയിക്കുന്നു. അവരത് കാണാൻ ചോദിക്കുമെങ്കിലും ജനറൽ മാ കൊടുക്കുന്നില്ല. ഉടനെ തന്നെ വെയ് സിറ്റി വിട്ടു പോകാൻ അവരോട് പറയുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ബലം പ്രയോഗിച്ച് ഇവിടെ നാട്ടിപ്പുറത്താക്കേണ്ടി വരുമെന്ന് പറയുന്നു. അതുമാത്രമല്ല ഷീലിങ്ങിലുള്ളവർക്ക് നല്ല കളിയാക്കലും അവരെല്ലാവരും ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. കളിയാക്കാൻ ജനറൽ മാ ഒരു മിടുക്കൻ തന്നെ. ബട്ടക്സ് ഒക്കെ കാണിച്ചു പോലും അവരെ കളിയാക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ ആ അവഹേളനങ്ങളൊക്കെ അവർക്ക് സഹിക്കേണ്ടി വന്നു. അവർ 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ജനറൽ മായുടെ കൂടെ ആകട്ടെ ഒരുപാട് പട്ടാളക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കളിയാക്കുമ്പോൾ അവരെന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഫസ്റ്റ് ബ്രദറിനെ ട്രീറ്റ് ചെയ്യുന്ന തേർഡ് സിസ്റ്ററിനെ കാണിക്കുന്നു. അവന് മെഡിസിൻസ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതിനൊക്കെ കയ്പാണെന്ന് പറഞ്ഞ് തിരികെ കൊണ്ടുപോകാൻ ഫസ്റ്റ് ബ്രദർ പറയുന്നു. അങ്ങനെയെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള ഇത് കഴിച്ചോളാൻ പറഞ്ഞ് വേറെന്തോ വെച്ച് നീട്ടുന്നു. ഫസ്റ്റ് ബ്രദർ അപ്പോൾ പറയുകയാണ്, എനിക്കിപ്പോൾ ഒന്നും കഴിക്കാനാകില്ല. ഫൂസി ഏകാന്തതയിലേക്ക് പോയിരിക്കുകയാണ്. എപ്പോഴാണ് തിരികെ വരുന്നതെന്നറിയില്ല. സാങ്സാങ്ങും നിങ്കയും ആകട്ടെ വലിയ അപകടത്തിലും. വീണ്ടും നിങ്കയും സാങ്സാങ്ങിനെയും കാണിക്കുന്നു. മഞ്ഞ് കൂടിയ ഒരു സ്ഥലത്തു കൂടിയാണ് അവർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ആ കാക്കകൾ സാങ്സാങ്ങിനെ വലയം ചെയ്യുന്നു. നിങ്കി അപ്പോൾ സാങ്സാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നീ ടയേർഡായോ എന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ടയേർഡാകില്ല. നിങ്കി അപ്പോൾ പറയുകയാണ്, നമ്മൾ താങ് സാമ്രാജ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഡാർക്ക് ക്ലൗഡും കാക്കകളും ഒക്കെ നമ്മളെ ഫോളോ ചെയ്യും. അത് താങ് സാമ്രാജ്യത്തിന് ദോഷമായിരിക്കും. ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല. സാങ്സാങ്ങും അതേന്ന് പറയുന്നു. അതിനുശേഷം നിങ്കി പറയുകയാണ്, നിന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള തണുപ്പ് വളരെ ഹെവിയാണ്. ബുക്ക് വായിച്ചതുകൊണ്ട് അതിന് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് കുറെ നാൾ നിന്ന് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് ഭേദമാവുകയുള്ളൂ. അങ്ങനെ ഏത് സ്ഥലമാണ് ഉള്ളതെന്ന് സാങ്സാങ് അപ്പോൾ ചോദിക്കുന്നു. പെട്ടെന്ന് അതിന് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിലും അല്പം കഴിഞ്ഞ് നിങ്കി പറയുകയാണ്, ഈസ്റ്റ് ബാഡ് ലാൻഡ്സ്. സാങ്സാങ് അപ്പോൾ ആലോചിച്ചിട്ട് പറയുകയാണ്, ഹുവാൻ പീപ്പിൾ ജീവിക്കുന്നത് അവിടെയല്ലേ? അതെ, നമുക്ക് അവരുടെ കൂടെ ചേർന്ന് ജീവിക്കാം. അങ്ങനെ അവർ ആ തീരുമാനത്തിലെത്തി. വീണ്ടും കുതിരവണ്ടി കുറെ മുന്നോട്ട് പോകുന്നു. അവസാനം അവർ ബാഡ് ലാൻഡിൽ എത്തിയിരിക്കുകയാണ്. നിങ്കയ്ക്ക് അവർ ബാഡ് ലാൻഡിൽ എത്തിയെന്ന് മനസ്സിലാവുന്നു. എന്നാൽ ഇതേ സമയം കുതിരവണ്ടിയിൽ കയറി കുറെ ആളുകൾ അങ്ങോട്ട് വരുന്നതായി കാണിക്കുന്നുണ്ട്. നിങ്കി ആകട്ടെ അവന്റെ കുതിരവണ്ടി നിർത്തി പുറത്തിറങ്ങി ചുറ്റുമൊന്ന് നിരീക്ഷിക്കുന്നു. സാങ്സാങ് പുറത്തേക്ക് വരുമ്പോൾ നിങ്കി അതിനെ അനുവദിക്കുന്നില്ല. അകത്ത് കയറി ഇരിക്കാൻ പറയുന്നു. കാരണം അത് അവൾക്ക് ആപത്താണ്. പുറത്തിറങ്ങി നിങ്കി ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ബാഡ് ലാൻഡിലുള്ള എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? ആദ്യം പ്രതികരണമൊന്നും ഉണ്ടായില്ല എങ്കിലും കുറച്ചു കഴിഞ്ഞ് കുതിരപ്പുറത്ത് കയറി വന്ന ആളുകൾ അങ്ങോട്ടാണ് വരുന്നതെന്ന് മനസ്സിലാകുന്നു. നിങ്കയെ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വേറാരും ആയിരുന്നില്ല, താങ്ങും അവൻ്റെ കീഴിലുമുള്ളവരായിരുന്നു. താങ്ങിൻ്റെ ക്യാരക്ടറും ചെയ്യുന്നത് ഇപ്പോൾ വേറൊരാളാണ്. എന്നാൽ താങ് പറയുകയാണ്, ലോകം മുഴുവനും നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിന്നെ കണ്ടിട്ടില്ല. നിങ്ങൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകണം. എന്നാൽ നിങ്കി പറയുകയാണ്, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയില്ലേ, അത് വിധിയാണ്. ഒരു കാര്യം നീ ഓർക്കണം, നിന്റെ സഹോദരി അക്കാദമിയിലാണ്. ഞാൻ അവളെ നല്ലവണ്ണം കെയർ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിൽ അവളുടെ ജൂനിയർ അങ്കിളാണ് ഞാൻ. എന്നാൽ താങ് പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല. അവൾ അക്കാദമിയിലേക്ക് പ്രവേശിച്ച സമയത്ത് നീ തടവറയിലായിരുന്നു. അതിനുശേഷം ഉടനെ തന്നെ നീ ഷിയാഹവിനെ നേരിട്ടു. ശേഷം ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെയും ഉണ്ടായി. അതുകൊണ്ട് തീർച്ചയായും നീ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടാകില്ല. കൂടാതെ ഫൂസി അവളുടെ മാസ്റ്ററായിട്ട് നിന്നെയല്ലല്ലോ തിരഞ്ഞെടുത്തത്. അതിനൊന്നും നിങ്കയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ ശരിയായിരുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ അവസാനം നിങ്കി പറയുകയാണ്, ഷിയാഹവിനെ കൊല്ലുവാൻ ഞാൻ നിങ്ങളെ സഹായിച്ചില്ലേ? നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ അവനെ ഒരു ചതിയനായിട്ടല്ലേ കണക്കാക്കുന്നത്?
അതിന് നിങ്ങൾ എന്നോട് എങ്ങനെയാണ് നന്ദി പറയുക? അപ്പോൾ ചിരിച്ചുകൊണ്ട് താങ് പറയുകയാണ്, നന്ദി പറയുകയോ? നീ കൊന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഷിയാഹാവിനെ നേരിട്ട് കൊല്ലുമായിരുന്നു. ആ വഴിയും അടഞ്ഞു എന്ന് കാണുമ്പോൾ നിരാശയോടെ നിൻകെ അവരോട് ചോദിക്കുകയാണ്, അത്രയേ ഉള്ളൂ? താങ് പറയുകയാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഗസ്റ്റുകളോട് നല്ലവണ്ണമാണ് പെരുമാറാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ലിക്കറും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഞങ്ങൾ റെഡിയാക്കി തരാം. പക്ഷേ ഇവിടെ നിൽക്കാനാകില്ല, ഉടനെ തന്നെ ഇവിടെ നിന്ന് തിരികെ പോകണം. ശുഭയാത്ര നേരുന്നു. ഇനി നമ്മൾ ഒരിക്കലും കാണാതിരിക്കട്ടെ. എന്നാൽ നിൻകെ പറയുകയാണ്, ഇല്ല, ഞങ്ങളെയും നിങ്ങളുടെ കൂടെ കൂട്ടണം. അപ്പോൾ താങ് പറയുകയാണ്, നിനക്ക് തന്നെ അത് വ്യക്തമായിട്ട് അറിയാം നിങ്ങളെ ഞങ്ങളുടെ കൂടെ കൂട്ടാനാകില്ലെന്ന്. ഞങ്ങളുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ അടുത്ത സ്പ്രിംഗ് സീസൺ ആവുമ്പോഴേക്കും ഞങ്ങളുടെ വംശം തന്നെ ഇല്ലാതായിട്ടുണ്ടാകും. കാരണം അവൾ ഡോട്ടർ ഓഫ് ഹെയ്ഡ് ആണ്. നിൻകെ അപ്പോൾ പറയുകയാണ്, ഞങ്ങളെ നിങ്ങളുടെ കൂടെ കൂട്ടിയില്ലെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഡീമൺ സെക്റ്റിനെ അങ്ങനെയാണ് അവർ കരുതുന്നത്. എന്നാലും താങ് അത് സമ്മതിക്കുന്നില്ല. മറ്റുള്ള സംസ്ഥാനം ഞങ്ങളെ ഇല്ലാതാക്കിയേക്കാം, പക്ഷേ നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ അതിൻ്റെ വേഗത കൂടും. കുറച്ച് നാളെങ്കിലും ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ. അപ്പോൾ നിൻകെ പറയുകയാണ്, ഞങ്ങളെ കൂടെ കൂട്ടിയാൽ നിങ്ങൾക്കാണ് ഉപകാരം. താങ് സ്റ്റേറ്റും അക്കാദമിയും നിങ്ങൾക്കെതിരെ തിരിയില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് കേട്ട് താങ് ഒന്ന് ആലോചിക്കുമെങ്കിലും അവരെ കൂടെ കൂട്ടാൻ തീരുമാനിക്കുന്നില്ല. അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണമാണ് തനിക്ക് പ്രധാനപ്പെട്ടതെന്നാണ് താങ് പറയുന്നത്. അവരെ പിന്തുടരരുതെന്നും പറയുന്നു. അപ്പോൾ സാങ് പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇവിടെ തങ്ങാൻ അനുവദിക്കണം, ഞങ്ങൾക്ക് വേറെ പോകാൻ സ്ഥലമൊന്നുമില്ല. സാങ്ങിനെ കാണുമ്പോൾ താങ് ഒഴികെ അവൻ്റെ കൂടെ വന്ന എല്ലാവരും അവളെ വണങ്ങുന്നുണ്ട്. നിൻകെ പറയുകയാണ്, ശരിയാണല്ലോ, നിങ്ങൾ ആരാധിക്കുന്നത് ഡോട്ടർ ഓഫ് ഹെയ്ഡിനെ തന്നെയല്ലേ? താങ് പറയുകയാണ്, അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ഭയം കൊണ്ടാണ്, ഇറ്റേണൽ നൈറ്റിനെ അതിജീവിക്കാൻ വേണ്ടി. അതുകൊണ്ട് അവളോട് ദയവ് ചെയ്ത് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിൻകെ അത് മുതലെടുത്തുകൊണ്ട് പറയുകയാണ്, അവളെ നല്ലവണ്ണം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവളുടെ ഫാദർ നിങ്ങളെ വേട്ടയാടും. അത് കേട്ട് കഴിയുമ്പോൾ താങ്ങിൻ്റെ കൂടെയുള്ള ഒരു വ്യക്തി പറയുകയാണ്, നമുക്ക് അവളെ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും സാധിക്കില്ല, നമുക്ക് വേറെ വഴിയില്ല. നിൻകെ പറയുന്നതിലും കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവളെ നമ്മുടെ എൽഡറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. എന്തൊക്കെ വന്നാലും ഇവളെ തന്നെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്. അത് കേട്ട് നിൻകെ പറയുകയാണ്, അതാണ് ശരിയായിട്ടുള്ള തീരുമാനം. അല്പം ആലോചിച്ച് താങ് പറയുകയാണ്, ശരി, നിങ്ങളെ കയറ്റാം. പക്ഷേ ഞങ്ങളുടെ എൽഡറും നിങ്ങളെ സ്വീകരിക്കുമെന്നതിന് ഒരു ഉറപ്പും തരാനാകില്ല. ശേഷം അവരെ ഫോളോ ചെയ്യാൻ പറഞ്ഞ് നിൻകെക്ക് ലിക്കറും കുടിക്കാൻ കൊടുക്കുന്നു. നിൻകെ അതിന് നന്ദി പറയുന്നു. പോകുന്ന വഴിക്ക് സാങ് ചോദിക്കുന്നുണ്ട്, നമ്മളെ അവർ സ്വീകരിക്കുമോ എന്ന്. നിൻകെ അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് പറയുന്നു. ശേഷം ആ ലിക്കർ അവർ രണ്ടുപേരും കൂടി കുടിക്കുന്നു. ആ ലിക്കർ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നിൻകെ പറയുകയാണ്, അവസാനം നമുക്ക് സെറ്റിലാകാൻ ഒരു സ്ഥലം കിട്ടി. ശേഷം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. പിന്നെ ഷീലിങ്ങിൻ്റെ അധികാരി ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നതാണ് കാണിക്കുന്നത്. അവിടെ ദുഷ്ടനായിട്ടുള്ള കമാൻഡറും യേഹോങ്ങിയും ഉണ്ട്. ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, ബാഡ്ലാൻഡിലുള്ളവർ ഡീമോണിക് കൾട്ടിവേഷനാണ് ഫോളോ ചെയ്യുന്നത്. നിൻകെ അവസാനം അവിടെ എത്തിച്ചേർന്നു അല്ലേ? ദുഷ്ടനായിട്ടുള്ള കമാൻഡർ അപ്പോൾ പറയുകയാണ്, അവർക്ക് നിൻകയെ സംരക്ഷിക്കാനാകില്ല, പിന്നെ എന്തിനാണ് നിൻകയ്ക്ക് അവർ അഭയം നൽകിയത്? അവർ ഡീമനെ അല്ലേ ആരാധിക്കുന്നത്? ഷീലിങ്ങിൻ്റെ അധികാരി പറയുന്നു. ദുഷ്ടനായിട്ടുള്ള കമാൻഡർ അപ്പോൾ പറയുകയാണ്, അവരെ പിടിക്കുന്നതിന് ആളുകളെ വിടണോ? എന്നാൽ ഷീലിങ്ങിൻ്റെ അധികാരി യേഹോങ്ങിയോട് ചോദിക്കുകയാണ്, നീ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തതല്ലേ? സാങ് ഇപ്പോൾ ഏത് സ്റ്റേജിലാണെന്ന് നിനക്ക് പറയാനാകും. അപ്പോൾ സാങ്ങിൻ്റെ ആ അറ്റാക്ക് അവൾ ഓർക്കുന്നു. സാങ്ങിൻ്റെ വിശ്വരൂപം അവളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അവൾ അതുകൊണ്ട് പറയുകയാണ്, എല്ലാവരുടെയും ഇമാജിനേഷന് അപ്പുറമാണ് അവളുടെ ശക്തി, അത് എങ്ങനെ വിവരിക്കണമെന്നറിയില്ല. അപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ നീ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? അപ്പോൾ അവൾ പറയുകയാണ്, കാരണം അവൾക്ക് ഹ്യൂമൻ ഹാർട്ടാണുള്ളത്. എന്നോട് അനുകമ്പ തോന്നിയത് കൊണ്ടായിരിക്കാം അവൾ എന്നെ കൊന്നില്ല, പക്ഷേ എന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ്. ഷീലിങ്ങിൻ്റെ അധികാരി അപ്പോൾ പറയുകയാണ്, ഞാൻ ഒരിക്കലും നിന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല, നിന്റെ വിശ്വസ്തതയാണ് എനിക്ക് വേണ്ടത്. യേഹോങ്ങി അപ്പോൾ പറയുകയാണ്, ഞാൻ സത്യത്തോട് എപ്പോഴും വിശ്വസ്തയായിരിക്കും. ഷീലിങ്ങിൻ്റെ അധികാരിയോട് എന്ന് പറയുന്നില്ല. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരിയുടെ മുഖത്ത് ഒരു ദുഷ്ടതയുണ്ട്. പിന്നെ നിൻകെയും സാങ്ങും അവിടെ എത്തുന്നതാണ് കാണിക്കുന്നത്. അതായത് ബാഡ്ലാൻഡ്സിൽ ഡീമൺ സെക്റ്റിലെ എൽഡറിൻ്റെ അടുത്ത്. എന്നാൽ അപ്പോഴേക്കും ഈ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.